ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിഷ്ഠ PSCയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്റ്റാണ്. ഒരു എക്സാമിലും ഈ ഒരു ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാതിരിക്കാറില്ല. ഓക്കെ, പോക്സോ ആക്റ്റാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒത്തിരിയധികം പേര് നമ്മൾക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ആക്റ്റും കൂടി എടുക്കാൻ വേണ്ടിയിട്ട്. സോ അതാണ് നമ്മൾ പെട്ടെന്ന് തന്നെ പോക്സോ ആക്റ്റും കൂടി കവർ ചെയ്യുന്നത് കേട്ടോ. സോ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആൻഡ് ഫ്രണ്ട്സിലേക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് പോക്സോ ആക്ട് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ പഠിച്ചിരിക്കേണ്ടത് അതിൻ്റെ ഫുൾ ഫോം ആണ്. പോക്സോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് ആണ്. പോക്സോ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും എന്ന് മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യാറുണ്ട്. P ഫോർ പ്രിവെൻഷൻ എന്ന രീതിയിലൊക്കെ നമുക്ക് ഓപ്ഷൻസിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, P ഫോർ പ്രിവെൻഷൻ അല്ല, പക്ഷേ എന്താണ്, പ്രൊട്ടക്ഷൻ ആണ് കേട്ടോ. പ്രൊട്ടക്ഷൻ ആണ്, അതാണ് ഫസ്റ്റ് ഓർത്തിരിക്കേണ്ട പോയിന്റ്. ഇനി ഈ ഒരു നിയമം എന്ന് പറയുന്നത് ഇത് ജെൻഡർ ന്യൂട്രൽ നിയമമാണ്. ഓക്കെ, എന്താണ്, ഇതൊരു ജെൻഡർ ന്യൂട്രൽ നിയമമാണ്. കാരണം എന്താണ്, ഇവിടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരേപോലെയാണ് കൺസിഡർ ചെയ്യുന്നത്. കുട്ടിയാവണം എന്നാണ്. അതായത് 18 വയസ്സിൽ താഴെയുള്ള ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അത് അവർ ലൈംഗിക ചൂഷണത്തിൽ ഇരയായിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സംരക്ഷണവും നീതിയുമാണ് ഈ ഒരു പോക്സോ ആക്ടിലൂടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. ആൻഡ് പോക്സോ ആക്ട് നമ്മളുടെ പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത് 2012 ജൂൺ 19-നും ഇത് നിലവിൽ വരുന്നത് 2012 നവംബർ 14-നുമാണ്. ഓക്കെ, ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്, ജൂൺ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, സ്കൂളൊക്കെ തുറന്ന് അങ്ങനത്തെ ഒരു ടൈമല്ലേ. അപ്പം നമ്മൾ കുട്ടികൾ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സ്കൂളുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ സ്കൂളൊക്കെ തുറക്കുന്ന സമയം ജൂൺ എന്ന രീതിയിൽ നമുക്കിത് വേണമെങ്കിൽ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ ഡേറ്റും നമുക്ക് വളരെ ഈസിയാണ്. നവംബർ 14 ചിൽഡ്രൻസ് ഡേ ആണ്. 2012 നവംബർ 14-നാണ് എന്ത് വരുന്നത്, പോക്സോ ആക്ട് നിലവിൽ വരുന്നത്. ആൻഡ് ഈ ഒരു ആക്ട് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്, അത് വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ആൻഡ് ഈ ഒരു ആക്ടിന്റെ പ്രധാനപ്പെട്ടുള്ള സവിശേഷതകൾ കൂടി ഒന്ന് നോക്കുക. ഈ ഒരു ആക്ട് ലിംഗഭേദമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ്സ് ജെൻഡർ ന്യൂട്രൽ. ഇതിന്റെ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യാത്തത് കുറ്റകരമാണ്. ആരെങ്കിലും ഒരാൾക്ക് ഇത് അറിഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് ഒരു കുറ്റകരമായിട്ടുള്ള കാര്യമായിട്ടാണ് ഈ ഒരു ആക്ടിൽ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു കുറ്റകൃത്യം നടന്ന് അടുത്ത ദിവസമോ അതിൻ്റെ അടുത്ത ദിവസമോ ഒന്നും റിപ്പോർട്ട് ചെയ്യണം എന്നത് ഇവിടെ നിഷ്കർഷിക്കുന്നില്ല. കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഇവിടെ ഒരു സമയപരിധിയും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം കുട്ടികളൊക്കെ ആകുമ്പോൾ അവർക്ക് പെട്ടെന്ന് എന്താണ് നടന്നതെന്നോ എന്താണ് നടക്കുന്നതെന്നോ പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. പിന്നീടായിരിക്കാം അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി വരുന്നതും അവർ വേണ്ടപ്പെട്ടവരോട് പറയുന്നതും ഒക്കെ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലോസ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഓക്കെ, സമയപരിധിയില്ല ഈ ഒരു കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിൽ. ആൻഡ് കുട്ടികൾ ആയതുകൊണ്ട് തന്നെ അവിടെ നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ കോടതികളിലൊക്കെ നടക്കുന്നത് പോലെയുള്ള ഒരു നടപടിക്രമങ്ങളൊന്നും കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം അവർ വളരെ സെൻസിറ്റീവ് ആയിരിക്കും. സോ ശിശു സൗഹൃദ നടപടിക്രമങ്ങളും അതുപോലെ തന്നെ കുട്ടികളുടെ പ്രൈവസിക്കും അവരുടെ ബെനിഫിറ്റ്സിനും എല്ലാം കണക്കാക്കിക്കൊണ്ട് സ്പെഷ്യൽ കോടതികളിലാണ് എപ്പോഴും ഇതിനുമായിട്ട് പോക്സോ ആക്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. ഓക്കെ, വിചാരണയെല്ലാം നടക്കുന്നത് സ്പെഷ്യൽ കോടതികളിലാണ്. ആൻഡ് ഈ ഒരു ആക്ടിൽ കുട്ടിയായിട്ട് കണക്കാക്കുന്നത് അത് 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയുമാണ്. ഓക്കെ, നമ്പർ ഓർത്തിരിക്കുക, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് എന്തായിട്ട് കുട്ടി എന്ന രീതിയിൽ ഈ ഒരു ആക്ടിൽ നിർവചനം കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ചിലപ്പോൾ ഓർക്കുന്നുണ്ട്, ഈ 14 വയസ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചില സ്ഥലത്ത് കാണാറുണ്ട്. 14 വയസ്സ് അത് ബാലവേലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, ബാലവേല നിയമത്തിൽ കുട്ടികളായിട്ട് കണക്കാക്കുന്നതാണ് 14 വയസ്സുള്ള കുട്ടികൾ. 18 വയസ്സാണ് ബാക്കി ഒരുവിധം എല്ലാത്തിലും 18 വയസ്സ് തന്നെയാണ് കുട്ടി എന്ന രീതിയിൽ ആ ഒരു കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യാനുള്ള അധികാരമുള്ളത് മാതാപിതാക്കൾ, അധ്യാപകർ, ഹോസ്റ്റൽ ജീവനക്കാർ, ആശുപത്രി ജീവനക്കാർ, ചൈൽഡ് ലൈൻ പ്രവർത്തകർ, പൊതുപ്രവർത്തകർ, അതുപോലെ തന്നെ ഏത് കുട്ടിക്കും പൊതുജനത്തിനും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആദ്യത്തെ ഈ ഒരു ഇത് കുട്ടിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആൾക്കാരാണ് മാതാപിതാക്കൾ, അധ്യാപകർ, അതുപോലെ തന്നെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ ഹോസ്റ്റൽ ജീവനക്കാർ, ഏറ്റവും അടുത്തിടപെടുന്ന ആൾക്കാർ. ഇനിയുള്ളതാണ് ആശുപത്രി ജീവനക്കാർ. ഒന്ന് ഓർത്തിരുന്നാൽ എന്തെങ്കിലും ഒരു അസ്വാസ്ഥ്യം കാരണം ആ കുട്ടി ആശുപത്രി ജീവനക്കാരെ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അവിടെ പോയിട്ടുണ്ടാവാം. അവർ ചിലപ്പം ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതായിട്ട് ചെക്കപ്പിലോ മറ്റോ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചൈൽഡ് ലൈനിലേക്ക് റിപ്പോർട്ട് ചെയ്യാം. ആ ചൈൽഡ് ലൈനിൽ ഈ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് പൊതുപ്രവർത്തകർക്ക് വേണമെങ്കിലും റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് കുട്ടിക്ക് നേരിട്ട് വേണമെങ്കിലും ഈ ഒരു പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ റിപ്പോർട്ട് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ആർക്ക് റിപ്പോർട്ട് ചെയ്യാം എന്നത് കൂടി നമ്മൾ പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾക്ക് ഇത് ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും, ചൈൽഡ് ലൈനിൽ റിപ്പോർട്ട് ചെയ്യാം, സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സിലും സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സിലും നമ്മൾക്ക് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ചൈൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒക്കെ തന്നെ. ലോക്കൽ പോലീസ് നമ്മൾ യൂഷ്വലി ഓർത്തിരുന്നാൽ അത് കിട്ടും. ലോക്കൽ പോലീസിന് ചൈൽഡുമായിട്ട് വരുന്നതാണ് ചൈൽഡ് ലൈൻ. ജുവനൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ചൈൽഡ് വെൽഫെയർ, പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് നാഷണൽ കമ്മീഷൻ, അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സിൻ്റെ സ്റ്റേറ്റ്സ് കമ്മീഷൻ. ഇവരുടെ എല്ലായിടത്തിലേക്കും നമുക്ക് പോയിട്ട് പരാതിപ്പെടാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ആൻഡ് ഇനി നമ്മൾ നോക്കുന്നത് ഭേദഗതി നിയമമാണ്. ഇത് 2019 ഇതിൽ കുറച്ചും കൂടി ഇതിലെ ആക്റ്റുകൾ കാര്യങ്ങളൊക്കെ കുറച്ചും
കൂടി സ്ട്രിക്റ്റ് ആക്കി, ശിക്ഷാ നടപടികളൊക്കെ വളരെ കട്ടിയുള്ളതാക്കി. ആൻഡ് ആദ്യമായിട്ട് ഒരു വധശിക്ഷ ഏർപ്പെടുത്തിയത് 2019 ഭേദഗതിയിലാണ്. ഈ ഒരു പോക്സോ കേസുകളിൽ ഏറ്റവും കൂടിയ ശിക്ഷ എന്ന രീതിയിൽ വധശിക്ഷ എന്നൊരു കാര്യം കൂടി കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് കർശന ശിക്ഷയും വധശിക്ഷയും വരെ നൽകാൻ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് ഭേദഗതി നിയമം 2019 അപ്പോൾ വധശിക്ഷ എപ്പോഴില്ല, 2012 ആ ഒരു ആക്ട് നിലവിൽ വരുന്ന സമയത്ത് അതിൽ വധശിക്ഷയെ കുറിച്ചിട്ട് പറയുന്നില്ലായിരുന്നു. വധശിക്ഷ വരുന്നത് 2019 ഭേദഗതി നിയമത്തിലാണ്. കാരണം ഇങ്ങനെ തന്നെ ഞാൻ എടുത്തു പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ കാണാം 2012 നിയമപ്രകാരം തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം 2012 നിയമപ്രകാരം തന്നെ വെച്ചിട്ട് വേണം നോക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ 2019 നിയമപ്രകാരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ഈ ഒരു കാര്യം അതിൽ വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ച് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് ഈ ഒരു ഭേദഗതി നിയമം രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നത് സ്മൃതി ഇറാനി ആയിരുന്നു ജൂലൈ 24, 2019. ആൻഡ് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് ഓഗസ്റ്റ് 1 ഓഗസ്റ്റ് 5 പ്രസിഡന്റ് ഒപ്പുവെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അന്ന് പ്രസിഡന്റ് ആയിട്ടിരുന്ന വ്യക്തിയും കൂടി ഓർത്തിരിക്കുക, രാംനാഥ് കോവിന്ദാണ് ഈ ഒരു ആക്ട്, ഈ ഒരു ഭേദഗതി നിയമത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഓൺലൈനായിട്ടും പോക്സോ കേസുകളിൽ നമ്മൾക്ക് പരാതിപ്പെടാനുള്ള ഒരു സൗകര്യം ഇപ്പോൾ വന്നിട്ടുണ്ട്. ആൻഡ് ആ ഒരു പദ്ധതിയാണ് നമ്മൾ പോക്സോ ഇ ബോക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് ഓഗസ്റ്റ് 26, 2016 മേനകാ ഗാന്ധി ആയിരുന്നു കേട്ടോ, മേനകാ ഗാന്ധി ആയിരുന്നു. ഇനിയാണ് നമ്മൾ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തിലേക്ക് പോകുന്നത് സെക്ഷൻസ്. ഓക്കെ, സെക്ഷൻസ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഓർത്തിരുന്ന ഒറ്റൊരു കാര്യം ഓർത്തിരിക്കുക, ഓഡ് നമ്പേഴ്സിൽ വരുന്നതെല്ലാം എന്താണ് കുറ്റകൃത്യം എന്നതാണ് പറയുന്നതെങ്കിൽ ഈവൺ നമ്പർ, അതിനെ തൊട്ടടുത്തുള്ള ഈവൺ നമ്പറിൽ പറയുന്നത് അതിൻ്റെ കുറിച്ചിട്ടുള്ള ശിക്ഷയെ കുറിച്ചിട്ടാണ്. ആൻഡ് മെയിനായിട്ടും ഇതിൽ 4 തരത്തിലുള്ള കാര്യങ്ങളാണ്, 4 കാര്യങ്ങൾക്കുള്ള ശിക്ഷയാണ് മെയിനായിട്ടും ഇവിടെ പറയുന്നത്. അത് വരുന്നത് സെക്ഷൻ 3, സെക്ഷൻ 5, സെക്ഷൻ 7, സെക്ഷൻ 9 ഓക്കെ, ഈ ഒരു 4 സെക്ഷൻസിലാണ് ഏതാണ് കുറ്റകൃത്യം എന്നത് പറയുന്നത്. ആൻഡ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു 3rd എന്താണ് ഉള്ളത്, അതിൻ്റെ ശിക്ഷയെക്കുറിച്ച് പറയുന്നത് 4 5ൻ്റെ ശിക്ഷ 6 7ൻ്റെത് 8 9ൻ്റെത് 10 പറയുന്നത്. വേറെയും സെക്ഷൻസ് ഉണ്ട്, പക്ഷേ ഏറ്റവും കൂടിയിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് പറയുന്നത് ഈ 3, 5, 7, 9 വകുപ്പുകളിലാണ്. ഓക്കെ, അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 3. ഓക്കെ, സെക്ഷൻ 3 എന്ന് പറയുന്നത് പ്രവേശിത ലൈംഗിക അതിക്രമമാണ്, അഥവാ പെനിട്രേറ്റീവ് സെക്ഷുവൽ അസോൾട്ട് ആണ്. നമ്മൾ ഇംഗ്ലീഷും പഠിച്ചിരിക്കണം, കാരണം നമ്മൾ ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇംഗ്ലീഷും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഈ ഒരു പ്രവേശിത ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി അയാളുടെ സെക്ഷൽ ഓർഗനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വസ്തുവോ കുട്ടിയുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലാണ് ഈ ഒരു പ്രവേശിത ലൈംഗിക അതിക്രമം എന്നൊരു കാറ്റഗറിയിൽ വരുന്നത്. അതിൻ്റെ ശിക്ഷയെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 4 അത് എന്താണ് ശിക്ഷ എന്ന് പറയുന്നത്, അതായത് 4-1 പറയുന്നത് 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതുമായിട്ടുള്ള തടവും ശിക്ഷയുമാണ് സെക്ഷൻ 4(1) പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇതല്ലാതെ നമുക്ക് വേറൊരു സെക്ഷനും കൂടി, 2 സെക്ഷൻസ് വരുന്നുണ്ട്. സെക്ഷൻ 4(2) പറയുന്നത് 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമത്തിന് 20 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതുമായിട്ടുള്ള ശിക്ഷയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു കാര്യം ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ചെറിയ കുഞ്ഞു കോഡ് പറയാം. 4² എന്നൊന്ന് ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 16ൻ്റെ ഒരു കണക്ക് കിട്ടും. ഓക്കെ, 4² എന്ന് ഇതിനെ ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, അപ്പം എന്താണ് 4(2) എന്താണ് പറയുന്നത്, 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നേരെയാണ് ഇയാൾ ഇങ്ങനെയുള്ള ഒരു അതിക്രമങ്ങളൊക്കെ കാണിച്ചതെന്നുണ്ടെങ്കിൽ അവിടെ 20 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതുമായിട്ടുള്ള ശിക്ഷയാണ് കിട്ടുന്നത്. ആൻഡ് സെക്ഷൻ 4(3) പറയുന്നത് ഈ ഒരു ശിക്ഷയെല്ലാം നൽകിയിട്ട് പ്രതികളിൽ നിന്നും ഈടാക്കുന്ന ഒരു പിഴ ഉണ്ടാവുമല്ലോ, ആ പിഴ തുക എന്ത് ചെയ്യണം, ഇരയുടെ ചികിത്സയ്ക്കും ഇരയുടെ പുനരധിവാസത്തിനും വേണ്ടി ഉപയോഗിക്കണം എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 4(3). അപ്പം സെക്ഷൻ 4(1) പറഞ്ഞത് 10 വർഷം ജീവപര്യന്തമായിരുന്നു. സെക്ഷൻ 4(2) പറഞ്ഞ എന്താണ്, 16 വയസ്സിലുള്ള താഴെയുള്ള കുട്ടികളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ കാര്യമാണ്, അത് 20 വർഷം ജീവപര്യന്തവുമാണ് വരുന്നത്. ഓക്കെ, അപ്പം അത് ക്ലിയർ ആയല്ലോ. അടുത്തതാണ് സെക്ഷൻ 5, ഗൗരവേതര പ്രവേശിത ലൈംഗിക അതിക്രമം അഥവാ എഗ്രവേറ്റ് പെനിട്രേറ്റീവ് സെക്ഷുവൽ അസോൾട്ട് ആണ്. ഓക്കെ, നേരത്തെ തന്നെ അതിന് കുറച്ചും കൂടി ഗൗരവതരമായിട്ടുള്ളതിനാണ് നമ്മൾ എഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്നത്. ഗൗരവേതരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഗൗരവമുള്ള ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ കുട്ടികളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ആൾക്കാർ തന്നെ കുട്ടികളെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുകയാണെങ്കിൽ അപ്പോഴാണ് ഈ സെക്ഷൻ 5 വരുന്നത്. ഓക്കെ, ഗൗരവേതര പ്രവേശിത ലൈംഗിക അതിക്രമം എപ്പോൾ വരുന്നു, സംരക്ഷണ സ്ഥാനങ്ങളിലുള്ളവർ തന്നെ ഈ ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോഴാണ് ആ ഒരു കാര്യം വരുന്നത്. ഈ ഒരു സ്ഥാനത്തുള്ളവർ ആരൊക്കെയാണ്,
പോലീസ് ഉദ്യോഗസ്ഥർ, സായുധ സേനാംഗങ്ങൾ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, ജയില്, റിമാൻഡ് ഹോം, ഒബ്സർവേഷൻ ഹോമിലെ ഉദ്യോഗസ്ഥർ, സർക്കാർ ആശുപത്രിയിലെ ജീവനക്കാർ, സ്കൂൾ അധികൃതർ, അധ്യാപകർ, മതസ്ഥാപക പ്രവർത്തകർ, അതുപോലെ തന്നെ രക്തബന്ധമുള്ള ആൾക്കാരും. ഓക്കെ, ഇവരൊക്കെ ഈ കുട്ടിയോട് ഈ ഒരു ലൈംഗികമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ചൂഷണങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സെക്ഷനാണ് സെക്ഷൻ 5 എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ വേറെ കുറച്ച് കാര്യങ്ങളും സെക്ഷൻ 5 വരുന്നുണ്ട്. ഒന്നിലധികം പേർ ചേർന്നിട്ട് കുട്ടിയെ ലൈംഗികമായിട്ട് അതിക്രമിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഗ്യാങ് റേപ്പിന് ഇരയാവാണ് ഒരു കുട്ടിയെങ്കിൽ അത് വരുന്നത് സെക്ഷൻ 5 മാരകായുധം, തീ പോലുള്ള ചൂടുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് കടന്നുകയറ്റത്തിന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ലൈംഗിക കടന്നുകയറ്റത്തിന്റെ ഭാഗമായിട്ട് മാരകമായിട്ടുള്ള മുറിവുകളോ അല്ലെങ്കിൽ ലൈംഗിക അവയവത്തിന് പരിക്കോ കാര്യങ്ങളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടിക്ക് ശാരീരിക വൈകല്യം വരുന്ന രീതിയിൽ വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ, ഈ ഒരു അസോൾട്ട് കാരണം ആ കുട്ടി ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് വീണ്ടും ആ കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, എയ്ഡ്സ് മുതലായിട്ടുള്ള മാരക രോഗങ്ങൾ കുട്ടിയിലേക്ക് പ്രവേശിക്കാൻ ഒരു കാരണം ഇയാൾ ആയിട്ടുണ്ടെങ്കിൽ, ഇനി ചില കുട്ടികൾ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങളൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവരെ ആ ഒരു വൈകല്യം കാരണം മുതലെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കുട്ടിയെ സെക്ഷലി അസോൾട്ട് ചെയ്ത് മരണത്തിലേക്ക് നയിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നിലധികം തവണ ഈ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം തന്നെ ഏതിൽ വരുന്നതാണ്? സെക്ഷൻ 5 വരുന്നതാണ്. അതോടൊപ്പം തന്നെ 12 വയസ്സിൽ താഴെയുള്ള കുട്ടിയെ ഉപദ്രവിച്ചാൽ, കുട്ടിയുടെ ബന്ധുത്വത്തിലുള്ള വ്യക്തി ഉപദ്രവിച്ചാൽ, വർഗീയ ലഹളയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്ത സമയത്തോ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ എപ്പം ഏതിൽ വരുന്നുണ്ട്? അത് സെക്ഷൻ 5 വരുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 5. ഒത്തിരി അധികം നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ ട്രിക്കി ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു പോർഷൻ സെക്ഷൻ 5 ആണ്. ഓക്കെ, ഈ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. 12 വയസ്സിൽ താഴെയുള്ള കുട്ടിയെ ഉപദ്രവിച്ച ഈ അണ്ടർലൈൻ ചെയ്ത പോയിന്റ്സ് ഒക്കെ ഓർത്ത് വയ്ക്കുക. ഞാൻ ഈ PDF നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇടും. നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ പേര് സെയിം തന്നെയാണ്, നിഷ്ഠ PSC എന്ന് അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ കുട്ടിയുടെ രക്തബന്ധത്തിലുള്ള ആൾക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റും ഓർത്ത് വയ്ക്കുക. വർഗീയ ലഹളയുടെ സമയത്തൊക്കെ ഇങ്ങനെയുള്ള അതിക്രമങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, വൈകല്യമുള്ള കുട്ടികളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, മാരക രോഗങ്ങളിലേക്ക്, അതായത് എയ്ഡ്സ് ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാൻ പറ്റൂ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ യെസ്, നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഗ്യാങ് റേപ്പ് വരുന്നതും സെക്ഷൻ 5 ആൻഡ് സെക്ഷൻ 5 ശിക്ഷയാണ് സെക്ഷൻ 6 വരുന്നത്. ആൻഡ് സെക്ഷൻ 6 ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം സെക്ഷൻ 6 വധശിക്ഷ പറയുന്നത്. ഓക്കെ, വേറെ ഒരു സെക്ഷനിലും വധശിക്ഷയ്ക്കുള്ള കാര്യങ്ങൾ പറഞ്ഞില്ല. ഈ ഒരു ക്ലോസുകളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇയാളെ കൊല്ലാനല്ലാതെ നമുക്ക് മനസ്സിലൊന്നും തന്നെ തോന്നില്ല, അല്ലേ? അപ്പം വധശിക്ഷയെക്കുറിച്ച് പറയുന്നതാണ് ഈ ഒരു ഭാഗം. ആൻഡ് ഏറ്റവും മിനിമം ഈ ഒരു കുറ്റങ്ങൾക്ക് കൊടുക്കുന്നത് 20 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം അല്ലെങ്കിൽ വധശിക്ഷ വരെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഏറ്റവും കുറവ് 20 വർഷത്തിൻ്റെ തടവാണ്. അതോടൊപ്പം അല്ലെങ്കിൽ ജീവപര്യന്തമോ അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം ആയിട്ടുള്ളത് വധശിക്ഷ വരെയാണ് ഇവിടെ കൊടുക്കുന്നത്. ആൻഡ് സെക്ഷൻ 6(2) പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ സെക്ഷൻ 4(3) പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രതിയിൽ നിന്നും ഈടാക്കുന്ന പിഴ പുനരധിവാസത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കണം. സെയിം സാധനം തന്നെയാണ് ഇവിടെ സെക്ഷൻ 2 പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തതാണ് സെക്ഷൻ 7 എന്ന് പറയുന്നത്. അത് ലൈംഗിക ആക്രമണം അഥവാ സെക്ഷുവൽ അസോൾട്ട് ആണ്. ഓക്കെ, സെക്ഷുവൽ അസോൾട്ടിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 7 എന്ന് പറയുന്നത്. അതായത് ലൈംഗിക ചിന്തയോടെ കുട്ടിയുടെ ശരീരം അല്ലെങ്കിൽ സ്വകാര്യ ഭാഗത്ത് സ്പർശിക്കുക അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിൽ സ്പർശിക്കാൻ പ്രേരിപ്പിക്കുക, ഇതിനെയൊക്കെ ഈ ഒരു പ്രേരണയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനാണ് നമ്മൾ സെക്ഷലി അസോൾട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അതിൻ്റെ ശിക്ഷയെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 8 ആൻഡ് ശിക്ഷയായിട്ട് വരുന്നത് 3 മുതൽ 5 വർഷം വരെ തടവും പിഴയുമാണ് ശിക്ഷയായിട്ട് വരുന്നത്. ഓക്കെ, സെക്ഷുവൽ അസോൾട്ടിന് 3 to 5 years പിഴയുമാണ് വരുന്നത്. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 9. ഓക്കെ, സെക്ഷൻ 9 തീവ്രമായിട്ടുള്ള ലൈംഗിക അതിക്രമം. എപ്പോഴും നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ സെക്ഷൻ 3 എന്ത് പറഞ്ഞു? പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞു. 5 അത് എന്തായി? എഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടായി. പിന്നെ നമ്മൾ പറഞ്ഞു 7 നമ്മൾ എന്താ പറഞ്ഞത്? സെക്ഷൽ അസോൾട്ട് ആണ് പറഞ്ഞത്. ഓക്കെ, സെക്ഷൽ അസോൾട്ടിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ 9 പറയുന്നത് നമ്മൾ എഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട് ആണ്. ഓക്കെ, എഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട് ആണ്. ഓക്കെ, അപ്പം സെക്ഷൻ 9 അത് തീവ്രമായ ലൈംഗിക ആക്രമണമാണ്. സെക്ഷൻ 5 ഉണ്ടല്ലോ, സെക്ഷൻ 5 പറയുന്നുണ്ടല്ലോ കുറച്ച് സംരക്ഷണ ഉദ്യോഗസ്ഥർ, അതായത് കുട്ടിയെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെ പൊസിഷനിലുള്ള ആൾക്കാർ തന്നെ കുറ്റങ്ങൾ ചെയ്യുന്നതിനാണ് നമ്മൾ സെക്ഷൻ 5 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആ ആൾക്കാർ, അതായത് അതിൽ നമ്മൾ കുറച്ച് ആൾക്കാരും കുറച്ച് പ്രവർത്തികളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിലൂടെയൊക്കെ ഒരു കുട്ടിയെ ലൈംഗികമായിട്ട് അസോൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ള കുറ്റത്തിനെയാണ് ഈ ഒരു 9 പറയുന്നത്. ഓക്കെ, സെക്ഷൻ 9 സെക്ഷൻ 5 ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കാം. സെക്ഷൻ 5 പറയുന്നത് എന്താണ്? അവിടെ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ആണ് നടക്കുന്നത്. ഓക്കെ, ഈ ഒരു ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിയൊക്കെ നടക്കുമ്പോൾ അവിടെ ഒരു പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു വെറും സെക്ഷൽ അസോൾട്ട് മാത്രമാണ് നടക്കുന്നത്, ഇവിടെ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് അല്ല. ആൻഡ് അതിൻ്റെ ഒരു ശിക്ഷയെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 10 ഓക്കെ, സെക്ഷൻ 10 ആ ഒരു കാര്യം സെക്ഷലി അസോൾട്ട് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് കിട്ടുന്നത്
5 മുതൽ 7 വർഷം വരെ തടവും അതുപോലെ തന്നെ പിഴയുമാണ് ലഭിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് സെക്ഷൻ 11 പറയുന്നത് ലൈംഗിക പീഡനത്തിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ലൈംഗിക പീഡനം അഥവാ സെക്ഷുവൽ ഹറാസ്മെന്റ് ആണ്. ഓക്കെ, ഇതിൻ്റെയൊക്കെ പേരുകൾ തമ്മിൽ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഓക്കെ, സെക്ഷുവൽ ഹറാസ്മെന്റ് ആണ് സെക്ഷൻ 11 പറയുന്നത്. ഇത് നമുക്ക് ഇംഗ്ലീഷ് പേരുമായിട്ട് പഠിച്ചു വെക്കാൻ കുറച്ച് ഈസിയാണ്. എച്ചും ഈ 11 കൂടി ഒന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹറാസ്മെന്റ് പെട്ടെന്ന് കിട്ടും. അപ്പം എന്തൊക്കെയാണ് അതിൽ വരുന്നത്? കുട്ടി കേൾക്കണമെന്നോ കാണണമെന്നോ ഉള്ളത് ഉദ്ദേശത്തോടെ ആംഗ്യം, ശരീരഭാഗം, വസ്തു എന്നിവ പ്രദർശിപ്പിക്കുന്നത്, അതുപോലെ തന്നെ കുട്ടിയെ കൊണ്ട് ശരീരം സ്വയം പ്രദർശിപ്പിക്കുന്നത്, അയാളുടെ ശരീരഭാഗം കുട്ടിയെ കൊണ്ട് മറ്റുള്ളവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നത്, നേരിട്ടോ ഡിജിറ്റലായോ കുട്ടിയെ പിന്തുടരുന്നത്, ഇലക്ട്രോണിക് മീഡിയ ഉപയോഗിച്ച് മോർഫ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത്, ഇതെല്ലാം തന്നെ എന്തിൽ വരുന്നതാണ്? സെക്ഷൻ 11 വരുന്നതാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഡിജിറ്റലി കുട്ടിയെ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് സൈബർ സ്റ്റോക്കിംഗ് എന്നൊക്കെ പറയല്ലോ. ഓക്കെ, സൈബർ സ്റ്റോക്കിംഗ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 12 3 വർഷം വരെ തടവും പിഴയുമാണ് ഇതിന് ശിക്ഷയായിട്ട് ലഭിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള പീഡനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്നത്. അടുത്തത് ഇനി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അടുത്ത സെക്ഷൻസിലൊക്കെ പറഞ്ഞു പോകുന്നത്. സെക്ഷൻ 13 പറയുന്നത് യൂസിങ് ചിൽഡ്രൻ ഫോർ പോണോഗ്രഫിക് പർപ്പസ് ആണ്. ഓക്കെ, പോണോഗ്രഫിക് പർപ്പസിന് കുട്ടികളെ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെക്ഷൻ 13 പറയുന്നത്. ആൻഡ് സെക്ഷൻ 14 അതിൻ്റെ ശിക്ഷയാണ്. അതായത് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ആ ഒരു കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ അവിടെ ശിക്ഷ വരുന്നത് 5 വർഷത്തിൽ കുറയാത്ത തടവും പിഴയുമാണെങ്കിൽ, വീണ്ടും അത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 7 വർഷത്തിൽ കുറയാത്ത തടവും പിഴയുമാണ് ലഭിക്കുന്നത്. ഇനി സെക്ഷൻ 16 പറയുന്നത് കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടാണ്. ചില ആൾക്കാരുണ്ടാവും വേറൊരാളെ എന്തെങ്കിലും പറഞ്ഞ് കയറ്റി ട്രിഗർ ചെയ്ത് വിടുന്നത്. ഓക്കെ, ആ കുട്ടി അങ്ങ് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നതാണ്, നമ്മൾ ടി വിയിലും അതിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കാണാം. ഇങ്ങനെ ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ബൈക്ക് ഓടിക്കാൻ തരാം, മീൻസ് വെരി പെറ്റി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വരെ ഇങ്ങനത്തെ കുറ്റകൃത്യങ്ങൾ നടക്കാറുണ്ട്. ഓക്കെ, ആ ഒരു കാര്യത്തിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 16. ഓക്കെ, സെക്ഷൻ 16 പറയുന്നത് പ്രേരണ നൽകിയ വ്യക്തിക്കും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ശിക്ഷ ലഭിക്കുന്നുണ്ട്. ഓക്കെ, കുറ്റം ചെയ്ത വ്യക്തിക്കും ശിക്ഷ കിട്ടും, പ്രേരണ ആരാണോ നൽകിയിട്ടുള്ളത് അയാൾക്കും അവിടെ ശിക്ഷ ലഭിക്കുന്നുണ്ട്. ആക്ച്വലി ഇപ്പം ഇതിലെ ഏറ്റവും കൂടിയിട്ടുള്ള ശിക്ഷ അയാൾ ഏത് തരം കാറ്റഗറിയിൽ, ഇപ്പം 3 പ്രകാരമാണ്, 5, 7, 9 ഏത് പ്രകാരമുള്ളതാണോ അയാൾ ചെയ്യുന്നത്, അതായത് കുറ്റകൃത്യം ചെയ്യുന്നത്, അയാളുടെ ഈക്വലായിട്ടുള്ള ശിക്ഷ തന്നെ ഈ ഒരു പ്രേരിപ്പിച്ച ആൾക്ക് കിട്ടും. അല്ലെങ്കിൽ ജീവപര്യന്തമൊക്കെയാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതിയൊക്കെ ഈ ഒരു കുറ്റകൃത്യത്തിന് പ്രേരിപ്പിച്ച ആൾക്ക് ലഭിക്കുന്നുണ്ട്. ഇനി സെക്ഷൻ 19 നമുക്ക് എക്സാമിലൊക്കെ എപ്പോഴും വരുന്ന പോർഷൻസിലേക്ക് നമ്മൾ പോവാണ്. സെക്ഷൻ 19 കേസ് റിപ്പോർട്ടിംഗ് നടപടികളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കേസ് റിപ്പോർട്ടിംഗ് എങ്ങനെയൊക്കെയാണ് വേണ്ടത്, ആർക്കാണ് നമ്മൾ പരാതി കൊടുക്കേണ്ടത്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കാണ് പരാതി കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ട്. ആൻഡ് അതുപോലെ തന്നെ കുട്ടിക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറിനകം അത് ലഭ്യമാക്കണം. ഇനി കുട്ടികളെ എന്തെങ്കിലും ഇനിയിപ്പോൾ ഇൻ കേസ് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരോ അങ്ങനെ സമൂഹത്തിൽ പിടിപാടുള്ള ആൾക്കാരോ എന്തെങ്കിലും രീതിയിൽ ആണെങ്കിൽ ചിലപ്പോൾ ആ കുട്ടിയുടെ ജീവന് വരെ ഭീഷണിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് വിചാരിക്കും. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ കുട്ടി പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുകയാണെങ്കിൽ 24 മണിക്കൂറിനകം അത് ലഭ്യമാക്കിയിരിക്കണം. ആൻഡ് ഈ ഒരു കേസ് പോലീസിലോ ചൈൽഡ് ലൈനിലോ എവിടെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറിനകം അത് സ്പെഷ്യൽ പോലീസ് യൂണിറ്റിനെയോ ലോക്കൽ പോലീസിനെ, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, സ്പെഷ്യൽ കോടതി എന്നിവയിലേക്ക് റിപ്പോർട്ട് ചെയ്യണം. കമ്പൽസറിയാണ്. ഈ ഒരു ഭാഗം ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. നമ്മൾ കുറ്റകൃത്യം നടന്ന് എന്നല്ല പറയുന്നത്, റിപ്പോർട്ട് ചെയ്ത് 24 മണിക്കൂറിനകം ഇത് പറഞ്ഞിരിക്കണം, റിപ്പോർട്ട് ചെയ്യണം ഈ ഒരു സ്ഥലങ്ങളിലേക്ക്. ഇനി ഈ ഒരു കാര്യം, ഈ ഒരു പോക്സോ കാര്യത്തിനെ കുറിച്ചിട്ട് ആരെങ്കിലും ഒരാൾ അറിഞ്ഞു, ആൻഡ് അദ്ദേഹം വന്നിട്ടാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് പലപ്പോഴും നമ്മൾ കാണുന്നതാണ്, ആക്സിഡൻസ് ഉണ്ടെങ്കിൽ ആൾക്കാർ പലപ്പോഴും ആ ആക്സിഡൻറ്റ് വിക്ടിമിനെ സംരക്ഷിക്കാതെയോ രക്ഷിക്കാതെയോ പോകുന്നത് ആ കേസിൽ പെട്ടുപോകുമല്ലോ, പൊല്ലാപ്പാവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ പോക്സോ ആക്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു കേസ് വന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും ആ കേസിന്റെ വിവരത്തിന്മേൽ ഒരു ബാധ്യത ഉണ്ടായിരിക്കുന്നതല്ല. ഇനി സെക്ഷൻ 22 പറയുന്നത് വ്യാജ വിവരം നൽകുന്നതിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ വ്യാജ പരാതി നൽകുന്നതിനെ കുറിച്ചിട്ടുമാണ്. ഓക്കെ, അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ചില ആൾക്കാരുണ്ടോ, വേറൊരു വ്യക്തി, ഇപ്പം അയാൾക്ക് എന്തെങ്കിലും ദേഷ്യമുള്ള ഒരു വ്യക്തിനെ ഒരു കേസിൽ കൊടുക്കണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ജസ്റ്റ് ഒരു കെട്ടിച്ചമച്ച കഥ, ഇയാൾക്ക് ഒരു കുട്ടിയെ ഉപദ്രവിച്ചു എന്നുള്ള രീതിയിൽ കെട്ടിച്ചമച്ചൊരു കഥ ഉണ്ടാക്കിയിട്ട് ഒരാളെ ശിക്ഷയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അതിനാണ് നമ്മൾ വ്യാജ വിവരം അല്ലെങ്കിൽ വ്യാജ പരാതി എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അത് സെക്ഷൻ 22 കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു വ്യക്തിയെ അപമാനിക്കണമെന്നോ അപഹരണം നടത്തണമെന്നോ ഭീഷണിപ്പെടുത്തണമെന്നോ മാനഹാനി വരുത്തണമെന്നോ ഉള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് സെക്ഷൻ 3579 വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റകൃത്യം നടത്തിയതായിട്ട് വ്യാജ വിവരം ഒരാൾ നൽകിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 6 മാസം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാൻ
ലഭിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം എന്താണ് വ്യാജ പരാതിക്ക് ലഭിക്കുന്ന ശിക്ഷ എന്താണ്? 6 മാസം വരെ തടവോ പിഴവോ അല്ലെങ്കിൽ രണ്ടും കൂടിയാണ് ലഭിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഓർത്തിരിക്കേണ്ട എന്താണ്? 22-ൽ 2 ഓക്കെ, 22-ൽ 2 പറയുന്നത് എന്താണ്? ഈ വ്യാജ പരാതിയോ വ്യാജ വിവരങ്ങളോ ഒക്കെ തന്നെ ഒരു കുട്ടിയാണ് നൽകുന്നതെങ്കിൽ അവിടെ നമുക്കൊരു എക്സെപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ആ കുട്ടിക്ക് ശിക്ഷയോ കാര്യങ്ങളോ ഒന്നും നൽകുന്നില്ല. ഓക്കെ, 22-2 പ്രകാരം എന്താണ് പറയുന്നത്? കുട്ടിയാണ് ഇങ്ങനെ ഒരു വ്യാജ പരാതിയോ വ്യാജ വിവരം, കാരണം ഒരു കുട്ടി വ്യാജ പരാതി നൽകുന്നത് പല ആസ്പെക്ട്സ് ഉണ്ടാവും. ചിലപ്പോൾ ആ കുട്ടിക്ക് പേടിച്ചിട്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കാരണമാവും, കുട്ടിയാണ്. അപ്പോൾ ഇനി സെക്ഷൻ 22-ൽ 3-ൽ പറയുന്നത് ഒരു കുട്ടിക്കെതിരെയാണ് ഒരാൾ വ്യാജ പരാതി കൊടുക്കുന്നതെങ്കിൽ, അതായത് കുട്ടിയല്ലാത്ത ഒരു വ്യക്തി കുട്ടിക്കെതിരെയായിട്ട് ഒരു വ്യാജ പരാതിയോ കാര്യങ്ങളോ നൽകുകയാണെങ്കിൽ ആ വ്യാജ പരാതി നൽകിയ വ്യക്തിക്ക് 1 വർഷം വരെ തടവോ പിഴവോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ കിട്ടും. അപ്പം ഇവിടെ നമ്മൾ 2 തരത്തിലുള്ള പരാതിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തി, അതായത് ഒരു അഡൽട്ട് ആയിട്ടുള്ള വ്യക്തി വേറൊരു അഡൽട്ട് ആയിട്ടുള്ള വ്യക്തിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പരാതി 3, 5, 7, 9 വകുപ്പുകൾ പ്രകാരം ഏതെങ്കിലും ഒരു വ്യാജ പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 6 മാസം വരെ തടവോ പിഴയോ ലഭിക്കും. ഇനി കുട്ടിയാണ് അങ്ങനെ ഒരു വ്യാജ പരാതി നൽകുന്നതെങ്കിൽ കുട്ടിക്ക് അതിൽ ശിക്ഷയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ഒരു കുട്ടിക്കെതിരെയായിട്ട് ഒരു മുതിർന്ന വ്യക്തിയാണ് ഈ ഒരു വ്യാജ പരാതി നൽകുന്നതെങ്കിൽ അവിടെ ആ മുതിർന്ന വ്യക്തിക്ക് 1 വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കും. ഓക്കെ, അതാണ് സെക്ഷൻ 22-ൽ പറയുന്ന കാര്യങ്ങൾ. ഇനി സെക്ഷൻ 23-ൽ പറയുന്നത് മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമങ്ങളെ കുറിച്ചിട്ടാണ്. ഓക്കെ, സെക്ഷൻ 23 മാധ്യമങ്ങൾ എന്തൊക്കെ ചെയ്യണം, മാധ്യമങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നു. മാധ്യമങ്ങൾ കുട്ടിയുടെ അഭിമാനത്തിനും സ്വകാര്യതയ്ക്കും കോട്ടം തട്ടുന്ന വിവരങ്ങൾ പ്രദർശിപ്പിക്കരുത്. ഓക്കെ, പ്രസിദ്ധീകരിക്കുകയോ പ്രദർശിപ്പിക്കുകയോ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. കുട്ടിയുടെ ഐഡന്റിറ്റി വെളിവാകുന്ന രീതിയിലുള്ള കാര്യങ്ങളോ ഡോക്യുമെന്റ്സോ പേരോ അഡ്രസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മാധ്യമങ്ങൾ പുറത്തുവിടാൻ വേണ്ടിയിട്ട് പാടില്ല. ഇൻ കേസ് അവർ ആ ഒരു ചട്ടം ലംഘിക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് 6 മാസം മുതൽ 1 വർഷം വരെ തടവും പിഴയുമാണ് ലഭിക്കുന്നത്. ആൻഡ് ഇതിനോടൊപ്പം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഒരു മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ റിപ്പോർട്ടറായിരിക്കും, റിപ്പോർട്ടറൊക്കെ പോയിട്ട് ഈ കാര്യങ്ങൾ ചികഞ്ഞെടുത്ത് അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെ ക്ലോസപ്പ് ഷോട്ട് എടുത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മാധ്യമ പ്രവർത്തകന് മാത്രമല്ല, അദ്ദേഹം ഏത് കമ്പനിയാണോ ഓൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു ഏതൊരു കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണോ, ഏത് ന്യൂസ് ചാനലിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണോ അയാൾ വന്നിട്ടുള്ളത്, ആ ഒരു ന്യൂസ് ചാനലും ലയബിളാണ്, അവരും ഈ ഒരു ശിക്ഷയ്ക്കും കാര്യത്തിനും ബാധ്യസ്ഥമാണ് എന്നൊരു കാര്യം കൂടി ഇവിടെ ഓർത്തിരിക്കേണ്ടതാണ്. ഈ നിയമപ്രകാരം കേസ് വിചാരണ ചെയ്യുവാൻ അധികാരപ്പെട്ട സ്പെഷ്യൽ കോടതിക്ക് കുട്ടിയുടെ താല്പര്യത്തിന് ഉചിതമെന്ന അഭിപ്രായത്തിന് പക്ഷം അത്തരം വെളിപ്പെടുത്തലുകൾ അനുവദിക്കാവുന്നതാണ്. അതായത് കുട്ടി അത് ഓക്കെയാണ്, ആ കുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത് കൊണ്ട് ആ കുട്ടിക്ക് പ്രശ്നമില്ല എന്നുള്ള ഒരു സിറ്റുവേഷനാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ സെഷൻസ് കോടതിക്ക് മാധ്യമങ്ങളെ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കാൻ പറ്റുന്നതാണ്. ഇനി ഒരു മാധ്യമത്തിൻ്റെയോ പ്രസാധകനോ ഉടമയോ അവരുടെ ജീവനക്കാർ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് ബാധ്യസ്ഥനായിരിക്കും. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഇനി സെക്ഷൻ 24-ൽ പറയുന്നത് അത് മൊഴി രേഖപ്പെടുത്തുന്നതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, 24-ൽ മൊഴി എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് എന്നതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. വീട്ടിൽ വെച്ചോ കുട്ടിക്ക് താല്പര്യമുള്ള സ്ഥലത്ത് വെച്ചോ SI റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഓഫീസർ ആയിരിക്കണം മൊഴി രേഖപ്പെടുത്തേണ്ടത്. ആൻഡ് മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോമിലായിരിക്കും. കാരണം കുട്ടികൾ നമ്മൾ ചെറുപ്പത്തിൽ മുതലേ പോലീസ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ പോലീസ് യൂണിഫോം ഒക്കെ ഒരാൾ വന്നിട്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ടെറിഫൈഡ് ആവും. അതുകൊണ്ടാണ് ഈ ഒരു യൂണിഫോമിലൊന്നും ഉണ്ടാവരുത് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കുട്ടിക്ക് വളരെ ടെറിഫൈഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് എപ്പോഴും ആ കുട്ടിയുടെ വിശ്വസ്തരായിട്ടുള്ള ആരുടെയെങ്കിലും സാന്നിധ്യത്തിൽ മാത്രമേ മൊഴിയെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഇൻ കേസ് ഒരു മാനസിക വൈകല്യമുള്ള കുട്ടിയോടാണ് ഈ ഒരു അതിക്രമം കാണിച്ചതെങ്കിൽ ആ കുട്ടിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. ആൻഡ് ആ കേസസിൽ പ്രത്യേക അധ്യാപകരുടെ സഹായം നമ്മൾക്ക് തേടാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ആൻഡ് ഒരു കുട്ടിയുടെ മൊഴി എടുക്കുന്ന സമയത്ത് എപ്പോഴും അത് ഓഡിയോ ആയിട്ടും അതുപോലെ തന്നെ വീഡിയോ ആയിട്ടും റെക്കോർഡ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. ഓക്കെ, ഓഡിയോ ആൻഡ് വീഡിയോ റെക്കോർഡിങ് അവിടെ വേണം. അതുപോലെ തന്നെ എപ്പോഴും അവിടെ നടക്കുന്നത് ഇൻ ക്യാമറ ട്രയൽസ് ആയിരിക്കും. ഓക്കെ, ഇൻ ക്യാമറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീക്രട്ട്, ജസ്റ്റ് ജഡ്ജും ആ കുട്ടിയും അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ ആ ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാവുകയുള്ളൂ. ആൻഡ് അതിക്രമം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള സമയപരിധി പോക്സോ നിയമം നിഷ്കർഷിക്കുന്നില്ല. നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഒരു ഘട്ടത്തിലും കുട്ടി പ്രതിയുമായി സമ്പർക്കത്തിൽ വരുന്നില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉറപ്പാക്കണം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രതിയുമായിട്ട് ഒരു ഘട്ടത്തിലും ആ കുട്ടി സമ്പർക്കത്തിൽ വരാൻ വേണ്ടിയിട്ട് പാടില്ല. അതോടൊപ്പം മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് ഒരിക്കലും കുട്ടിയെ രാത്രി കാലങ്ങളിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വരുത്താനോ അവിടെ നിർത്താനോ പാടുള്ളതല്ല. കുട്ടിയെ തിരിച്ചറിയുന്ന വിവരങ്ങൾ പൊതുമാധ്യമത്തിൽ വരുന്നില്ല എന്ന് പോലീസ് ഉറപ്പുവരുത്തേണ്ടതാണ്. ആൻഡ് 30 ദിവസത്തിനുള്ളിൽ മൊഴിയെടുക്കേണ്ടതും 1 വർഷത്തിനുള്ളിൽ കേസ് പൂർത്തിയാക്കേണ്ടതുമാണ്. ഈ ഒരു ക്ലോസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. റിപ്പോർട്ട് ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ മൊഴിയെടുക്കണം. അതോടൊപ്പം തന്നെ 1 വർഷത്തിനുള്ളിൽ കേസ് പൂർത്തിയാവുകയും വേണം. ഇനി നമ്മൾക്ക് എന്തായാലും ഇങ്ങനെ ഒരു കേസൊക്കെ ആണെങ്കിൽ വൈദ്യ പരിശോധന,
മെഡിക്കൽ എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ മെഡിക്കൽ എക്സാമിനേഷനെ കുറിച്ചിട്ട് പറയുന്നത് അത് സെക്ഷൻ 27-ലാണ്. ഓക്കെ, അപ്പം ഒരു ഇര എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയാണെങ്കിൽ എന്തായിരിക്കണം, ആ കുട്ടിയുടെ വൈദ്യപരിശോധന നടത്തുന്നത് അതൊരു വനിതാ ഡോക്ടറായിരിക്കണം. ആൻഡ് എപ്പോഴും ഒരു വൈദ്യപരിശോധന നടത്തുന്ന സമയത്ത് കുട്ടിക്ക് വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ മാതാപിതാക്കളോ ആ കുട്ടിയുടെ ഒപ്പം ഉണ്ടായിരിക്കണം എന്നതും അവിടെ നിഷ്കർഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് സെക്ഷൻ 43 കൂടി ഇതിലൊന്ന് ഓർത്ത് വെച്ചേക്കുക. പോക്സോ നിയമത്തെക്കുറിച്ച് പൊതുജനത്തിന് അവബോധം സൃഷ്ടിക്കുക എന്ന കാര്യത്തിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 43. ആൻഡ് അതോടൊപ്പം തന്നെ ഈ ഒരു കോളവും നിങ്ങൾ പഠിച്ചിരിക്കണം. പോക്സോ പ്രകാരമുള്ള ഒരു കുറ്റകൃത്യം ചെയ്യുന്നത് 18 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയാണെങ്കിൽ അപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് അത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015 പ്രകാരമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റേതെല്ലാം തന്നെ കുറ്റകൃത്യം ചെയ്യുന്നത് 18 വയസ്സിൽ മുകളിലുള്ള ആൾക്കാരാണെങ്കിലാണ് ഏത് ഇപ്പം നമ്മൾ പറഞ്ഞ 3, 5, 7, 9 വകുപ്പുകളൊക്കെ വരുന്നത്. അല്ലാത്ത പക്ഷം എന്താണ്, 18 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി തന്നെയാണ് 18 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയോട് ആക്രമണം കാണിച്ചതെങ്കിൽ അവിടെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015 പ്രകാരമാണ്. ഓക്കെ, അപ്പം ഈ ഒരു ആക്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ചൈൽഡ് ലൈൻ നമ്പർ കൂടി ഒന്ന് ഓർത്തിരുന്നേക്കണേ. 1098 എന്നതാണ് ചൈൽഡ് ലൈൻ ഹെൽപ്പ് നമ്പറായിട്ട് വരുന്നത്. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാവുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് അറിയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം ക്ലാസ് കേട്ടതിന് താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ആൻഡ് ഹാപ്പി ലേണിംഗ്.